ഈ അമേരിക്ക ട്രംപിൻ്റെ പല നയങ്ങൾ മൂലവും സാമ്പത്തികമായി പിന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഒരു ടേം വരുമ്പോഴേക്കും അത് ഊപ്പുകുത്തുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, അമേരിക്ക നമ്മൾ കേൾക്കുമ്പോൾ പണ്ട് മുതലേ നമുക്ക് ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യം, ഭയങ്കര ലാവിഷായിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ അവിടെ ഭയങ്കര ലക്ഷറായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അമേരിക്കയിൽ ജോലി കിട്ടണമെന്നൊക്കെ പറയുന്ന വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇപ്പം അമേരിക്ക സാമ്പത്തികമായിട്ട് ഒരു ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകുന്നു. ട്രംപിൻ്റെ പല നയങ്ങളും അമേരിക്കയെ പിന്നോട്ടടിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്താണ് അവരുടെ അവസ്ഥ? ഈ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിൻ്റെ തീരുമാനങ്ങൾ, അതായത് ട്രംപിൻ്റെ വ്യാപാര തന്ത്രങ്ങളെല്ലാം ഒരു രാഷ്ട്രീയ കോമാളിത്തമായിട്ടാണ് വിലയിരുത്തുന്നത്. അതായത് ഈ ട്രംപ് തീരുവ കൂട്ടുക, തീരുവ കുറയ്ക്കുക, അതൊക്കെ അമേരിക്കക്ക് ഒരുപക്ഷെ തിരിച്ചടിയാകുന്നു എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇപ്പം ആദ്യഘട്ടങ്ങളിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ തീരുവ കൂട്ടാനൊക്കെ തീരുമാനിച്ചിരുന്നത്. ചൈന അമേരിക്കയുടെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു, അമേരിക്കയിലെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയും ചൈന കൊണ്ടുപോകുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. പക്ഷേ അത് ചൈനയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിൽ അവർ ഈ പറഞ്ഞതുപോലെ തീരുവ കൂട്ടാൻ തീരുമാനിച്ചു. അപ്പോൾ തീരുവ കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയും. അവിടെ ഇറക്കുമതി കുറയുമ്പം അവിടെ അവരുടെ ഉപയോഗത്തിന് ആവശ്യ സാധനങ്ങളില്ലാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ സാധനങ്ങളുടെ കുറവ് വരുന്ന ഘട്ടത്തിൽ ഉള്ള സാധനങ്ങൾക്ക് വില കൂടും. അപ്പോൾ വീണ്ടും അവിടെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. അങ്ങനെ അവിടുത്തെ ജനങ്ങൾക്ക് ട്രംപിൻ്റെ പല തീരുമാനങ്ങളും തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ട്രംപിൻ്റെ വ്യാപാര നയങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തെ പരിഹസിക്കുന്നവയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ജെഫ്രി സാക്സും ഒരു ധനകാര്യ മന്ത്രിയും ഒരുപോലെ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യം, വ്യാപാര കമ്മി മറ്റു രാജ്യങ്ങളുടെ വഞ്ചനയാണെന്ന ട്രംപിൻ്റെ വാദം അടിസ്ഥാനരഹിതമാണ്. ഒരു വ്യക്തി വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിക്കുമ്പോൾ കടത്തിലാകുന്നത് പോലെ ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുമ്പോൾ വ്യാപാര കമ്മി ഉണ്ടാകുന്നു. അമേരിക്കയുടെ $1 ട്രില്യൺ അധിക സർക്കാർ ചെലവാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയുടെ കാരണം. സമ്പന്നർക്ക് നികുതി കുറച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ നയങ്ങളാണ് ഇതിലേക്ക് നീക്കുന്നത്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ബേസിക്കലി ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരനായതുകൊണ്ട് അയാൾ അതിനകത്ത് ബിസിനസ് ബുദ്ധിയാണ് നോക്കുന്നത്. ബിസിനസ്സുകാരൊക്കെ ഈ സർക്കാരിൽ നിന്നും ബാങ്കിൽ നിന്നുമൊക്കെ ഈ നികുതി ഇല്ലാത്ത ഇടപാടുകൾ നടത്താൻ പറ്റുമോ എന്നുള്ളതാണല്ലോ ഇപ്പോൾ യൂനിസ് ഒക്കെ ചെയ്യുന്നതാണല്ലോ. യൂനിസ് ഈ പറഞ്ഞതുപോലെ കുറഞ്ഞ പൈസയ്ക്ക് പലിശയ്ക്ക് സർക്കാരിൽ നിന്ന്, ബംഗ്ലാദേശ് സർക്കാരിൽ നിന്ന് പൈസ എടുത്തിട്ട് 14 രൂപ പലിശ, 15 രൂപ പലിശയ്ക്ക് കൊടുത്തിട്ട് കോടികളുണ്ടാക്കി അത് വേറെ രാജ്യത്ത് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂനിസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ട്രംപും ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, അപ്പം ആ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളും പെരുമാറ്റങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഘട്ടത്തിൽ അവിടുത്തെ ഈ ബിസിനസ്സുകാർക്ക്, വലിയ വലിയ വൻകിടകൾക്ക് നികുതി കുറച്ച് പണം കടം കൊടുക്കുക, അവർക്ക് യഥേഷ്ടം അവിടെ വരുമാനം ഉണ്ടാക്കാനുള്ള സംവിധാനം കൊടുക്കുക. പക്ഷേ അതൊക്കെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നയങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടുത്തെ ധനകാര്യമന്ത്രിയും പ്രധാനപ്പെട്ട ഈ ധനകാര്യ വിദഗ്ധരുമൊക്കെ പറയുന്നത്. ട്രംപിൻ്റെ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ കോമാളിത്തരമാണെന്നാണ് അവർ വിലയിരുത്തുന്നത്. ഇനി ഇതിനകത്ത് ഈ വ്യാപാര യുദ്ധങ്ങൾ, ഈ ചൈനയും അമേരിക്കയും തമ്മിലാണ് പ്രധാനമായിട്ടും വ്യാപാര യുദ്ധങ്ങൾ തുടങ്ങിയത്. ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ ഈ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. അതായത് ഈ വ്യാപാരം തീരുവ കൂട്ടി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഈ ഓഹരി വിപണിയിലൊക്കെ വലിയ നഷ്ടം വന്നിരുന്നു. ഓഹരിയൊക്കെ ഇടിഞ്ഞു പോവുകയും അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ നഷ്ടമുണ്ടാക്കുന്ന രീതിയിലേക്ക് പോയി. അപ്പോൾ ഒറ്റയടിക്ക് $10 ട്രില്യൺ മൂല്യമാണ് ഇല്ലാതായിപ്പോയത്. US ചൈന വ്യാപാര യുദ്ധ യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. കാരണം ചൈനയുടെ കയറ്റുമതിയുടെ 12% മാത്രമാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. ആ ചൈനയുടെ കയറ്റുമതിയുടെ ഒരു പകുതിയിലധികം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്കാണെന്ന് തോന്നുന്നു വരുന്നത്. അത് പിന്നെ ഈ UAE പോകുന്നുണ്ട്. പിന്നെ ഈ അമേരിക്കയിലേക്ക് പോകുന്നത് വെറും 12% മാത്രമാണ്. അപ്പോൾ അവർ തീരുവ കൂട്ടിയാലും അത് ചൈനയെ ബാധിക്കുന്നില്ല. അത് ചൈനയിൽ നിന്ന് വരുന്ന ഇറക്കുമതി ഇല്ലാതാകുമ്പോൾ അത് അമേരിക്കക്കാണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട, ഈ നയങ്ങൾ ലോക സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായ വ്യാപാരമാണ് ലോകത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചത്. ഈ സംരക്ഷണ നയങ്ങൾ ദാരിദ്ര്യവും സാമ്പത്തിക അസമത്വവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി യുക്തിയില്ലാത്ത നയങ്ങളെക്കുറിച്ചാണ്. അതായത് ട്രംപ് എടുക്കുന്ന പല തീരുമാനങ്ങളും അതിലൊട്ടും യുക്തിയില്ലാത്ത രീതിയിലാണ് ട്രംപ് പെരുമാറുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം നടക്കുക. മറ്റുള്ള ആരുടെയും അഭിപ്രായങ്ങൾക്ക് യാതൊരു വിധത്തിൽ ചെവി കൊടുക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങൾ ഒറ്റയടിക്ക് നയങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്തത്. അതിന് പിന്നീട് അതിൻ്റെ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയാം. നിയമവിരുദ്ധമായിട്ട് അധികാരങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരാതി ഉണ്ട്. അതായത് ട്രംപിൻ്റെ നയങ്ങൾക്ക് പിന്നിൽ സാമ്പത്തിക യുക്തിയില്ല, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്. എല്ലാ രാജ്യങ്ങളുമായും തുല്യ വ്യാപാരം വേണമെന്ന ട്രംപിൻ്റെ വാദം പ്രാകൃതമാണ്.
ലൊസോത്തോ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ആ രാജ്യം അമേരിക്കയെ പറ്റിക്കുന്നതിന് തെളിവാണെന്ന് ട്രംപ് വാദിക്കുന്നത് തികച്ചും അസംബന്ധമാണ്. ഈ നയങ്ങൾ ആഗോള സഹകരണത്തെയും ദുർബലമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള പ്രശ്നങ്ങൾ നേരിടുന്നതിന് ഇത് തടസ്സമാകുന്നുണ്ട്. കൂടാതെ ട്രംപിൻ്റെ ഈ നിയമങ്ങൾ US ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് സാക്സ് ചൂണ്ടിക്കാട്ടുന്നു. നിയമം നിർമ്മിക്കാനുള്ള അധികാരം പ്രസിഡന്റിനല്ല, മറിച്ച് കോൺഗ്രസിനാണ്. ഈ ഭ്രാന്തൻ നയങ്ങൾ സാധാരണവത്കരിക്കുന്നത് ലോകത്തിന് ആപത്താണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അതായത് ഈ ട്രംപിൻ്റെ നയങ്ങൾ എത്രത്തോളം അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ട്രംപ് തീരുവ വർദ്ധിപ്പിക്കുന്നു, ട്രംപ് ചില സാമ്പത്തിക നയങ്ങൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇതിനൊന്നും തുടർച്ചയില്ലാത്തത് കൊണ്ട് തന്നെ ഈ കൃത്യമായിട്ട് നിയമത്തിന് അനുസരിച്ചല്ല ട്രംപിൻ്റെ നയങ്ങൾ. അതുകൊണ്ട് തന്നെ ചിലത് കോടതികളിൽ പോയിട്ട് തിരിച്ചടി ഉണ്ടാകുന്നു, ചില നയങ്ങൾ നടപ്പിലാക്കാൻ പറ്റാതെ തിരിച്ചടി ഉണ്ടാകുന്നു. ചില നയങ്ങൾ നടപ്പിലാക്കിയാലും അത് സാമ്പത്തിക മേഖലയിൽ വളർച്ചയ്ക്കല്ല, പകരം അത് തളർച്ചയ്ക്ക് വേണ്ടി കാരണമാകുന്നത്. ഇപ്പോൾ ഇലോൺ മസ്ക് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അതായത് ഇവരുടെ സർക്കാരിൻ്റെ മന്ത്രിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ട്രംപിൻ്റെ ചില നയങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ മന്ത്രിസ്ഥാനം, അതായത് ട്രംപാണ് സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ട്രംപാണ് വരവ് ചെലവ് കണക്കുകളെല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ ആ പോസ്റ്റിൽ ഒരു മന്ത്രിയുടെ ആവശ്യം എന്ത് എന്നുള്ളതാണ് ഇലോൺ മസ്കിൻ്റെ ചോദ്യം. അങ്ങനെ ട്രംപുമായി കലഹിച്ചിട്ടാണ് ഇലോൺ മസ്ക് പോലും ആ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും പകരം ഒരു രാഷ്ട്രീയ പാർട്ടി, അമേരിക്കൻ പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിക്കുന്നത്. ഇലോൺ മസ്ക് ഒക്കെ വലിയ അറിയാമല്ലോ നമുക്ക്, സാമ്പത്തികമായിട്ട് വലിയ നല്ല നിലയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈ മന്ത്രിസ്ഥാനം വേണമെന്നില്ല. പക്ഷേ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് എങ്ങനെ വളർത്താം എന്നുള്ളതാണ്. ട്രംപ് നോക്കുന്നത് പോലെ തന്നെയാണ് ഇലോൺ മസ്കും ബിസിനസ് വളർത്താൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനമായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ സർക്കാരിലുള്ള പദവി എന്താണെങ്കിലും അത് ഉപയോഗിക്കുന്നത്. ഒട്ടുമിക്ക ബിസിനസ്സുകാരും അവരുടെ ബിസിനസ് ആദ്യം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സർക്കാരിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇലോൺ മസ്കിന് ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ട്രംപുമായിട്ട് കലഹിക്കുന്നു. എല്ലാ മേഖലയിലും ട്രംപിൻ്റെ ഒറ്റയാൾ തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമേരിക്ക പോലും നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ ട്രംപ് പറയണം, ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ട്രംപ് പറയണം. പക്ഷേ അതിന് താഴെ, അദ്ദേഹത്തിന് താഴെയുള്ള ഈ അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് പോലും ആ വിഷയത്തിൽ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ട്രംപിൻ്റെ പല സാമ്പത്തിക തീരുമാനങ്ങളും രാഷ്ട്രീയ കോമാളിത്തരമായി മാറുന്നു എന്ന് പറയുന്നത്. ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റാണ്, ലോക പോലീസാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം എടുത്ത തീരുമാനം, ഇപ്പം ബ്രസീലിന് 50% തീരുവ കൂട്ടി, ഇന്ത്യക്ക് 50% തീരുവ കൂട്ടി, ഇന്ന് മുതൽ ആ തീരുവ വരും. ഇനി ഇതിനെല്ലാം പുറമെ ബ്രിക്സ് രാജ്യങ്ങളിൽ പെട്ടതാണ് ഇന്ത്യയും ബ്രസീലും ഒക്കെ വരുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് 10% തീരുവ എക്സ്ട്രാ. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സ് രാജ്യങ്ങൾ, അതായത് സാമ്പത്തിക വിനിമയങ്ങൾക്കൊന്നും തന്നെ ഈ ഡോളറല്ല ഉപയോഗിക്കുന്നത്, അതായത് രാജ്യങ്ങളുടെ പൈസയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റഷ്യയിൽ നിന്ന് ഡോളർ ബാരൽ കണക്കിന് ഇത് വാങ്ങിക്കുന്നു, എണ്ണ വാങ്ങിക്കുന്നു, അസംസ്കൃത എണ്ണ. അപ്പോൾ അത് ഈ വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഈ മുൻപ് എങ്ങനെയായിരുന്നു? ഡോളറിലാണ് ലോകത്തെ മുഴുവൻ വിനിമയങ്ങളും നടന്നത്. അപ്പോൾ ഡോളറിന്റെ വില വർദ്ധിക്കും, ഉപയോഗം കൂടുന്നതനുസരിച്ച് അതിന്റെ വില വർദ്ധിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇവിടെ അതാത് രാജ്യത്തെ പൈസ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അത് റഷ്യ തന്നെ പറഞ്ഞാണ് ഇന്ത്യയോട്, ഇന്ത്യൻ രൂപ എന്നാൽ മതി, ഡോളർ വേണം എന്നില്ല. അപ്പോൾ എന്താ ഡോളറിൻ്റെ ഉപയോഗം കുറഞ്ഞോടെ? അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ ഡോളറിന് വളർച്ചയല്ല ഉണ്ടാവുക, തളർച്ചയാണ് ഉണ്ടാവുക. അപ്പം അത് പറഞ്ഞു വെച്ചാൽ ഈ ട്രംപിൻ്റെ പല സാമ്പത്തിക തീരുമാനങ്ങളും ഇതുപോലെ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിൻ്റെ സാമ്പത്തിക തീരുമാനങ്ങളെല്ലാം അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെയുള്ള മന്ത്രിമാർക്ക് പോലും ഇതൊരു രാഷ്ട്രീയ കോമാളിത്തരമാണ് എന്ന് പറയേണ്ടി വരുന്നത്.